ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളോട് ആരോടും പറയാണ്ട് ഇന്ന് ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയി. എന്നും പറഞ്ഞിട്ടല്ലേ പോല്, ഇന്ന് വന്നതിന് ശേഷം പറയാമെന്ന് കരുതി. കാരണം ഞാൻ ഉച്ചയ്ക്കൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കോഴിക്കോട് കണ്ണൂർ ബസ്സിൽ പലരെയും ചെറിയ ചെറിയ സ്റ്റോപ്പുകളിൽ കയറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ കൂടിയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മുൻപിൽ നിന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് പോയി. അത് കഴിഞ്ഞ് കരുണ ഉണ്ടായി ഇവിടെ. അപ്പോൾ അരുണ് പറഞ്ഞ് ഞാൻ ഇറക്കി തരാമെന്ന് പറഞ്ഞ് നേരെ ഉള്ളിയേരിക്ക് പോയി. ഉള്ളിയേരിന്ന് കോഴിക്കോടേക്ക് പോയത് മറ്റൊന്നുമല്ല, ഷോപ്പിങ്ങിനാണ്. അപ്പോൾ എനിക്കിത് തന്നെയാണ് അവിടെ പണി എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടടേ, അപ്പോഴല്ലേ ഒരു രസമൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. നമ്മൾ പോകുമ്പം എന്താ പറയുക, 2 വെള്ളത്തുണി കഷ്ണം, 2 അല്ല കേട്ടോ, 3 വെള്ളത്തുണി കഷ്ണം കൊണ്ടേ പോവുള്ളൂ. വേറെ ഒന്നും കൊണ്ടുപോകില്ല നമ്മൾ. ഓർണമെൻറ്റ്സോ ഫോണോ. ഇന്ത്യനാടെത്തിയിട്ട് ഞാൻ എങ്ങനെയാണ് വാട്സപ്പ് ഇല്ലാണ്ട് ജീവിക്കുക എന്നുള്ളത് ഞാൻ ഇപ്പോഴേ ഓർത്ത് സങ്കടപ്പെടുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്താക്കണം, ഉള്ള ആയുസ്സിൽ നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തൊക്കെ മേടിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത് കാണിക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് മേടിച്ചത് 2 ബാഗാട്ടോ. ഇത് ബില്ലാണ്. 2 ബാഗ് മേടിച്ചു. എനിക്ക് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. നല്ല സ്പേസബിളാണ്. ഇവരൊക്കെ മോനും അരുണും മോളും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഉമ്മാൻ്റെ ഷീട്ട് കൊള്ളുന്ന ബാഗ് വാങ്ങണേന്ന്. ഇതിനൊരു കൈയൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇതാക്കാം. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇതും ഒരു കളറായിപ്പോയി, ഇതും ഒരു കളറായിപ്പോയി. പക്ഷേ ഇതൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് കേട്ടോ സംഭവം. അപ്പോൾ ഉമ്മാൻ്റെ ഷീട്ട് കൊള്ളുന്ന ഒരു ബാഗ് വാങ്ങിക്കൂടെ എന്ന് ഇങ്ങനെ ജകള കൂടലുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ച ഷീട്ട് കൊള്ളുന്നൊരു ബാഗ് ആയിക്കോട്ടെ എന്ന് കരുതി. കുറേ സ്പേസബിൾ ആയിട്ടുള്ള ഒരു ബാഗാട്ടോ. 3-4 അറകളൊക്കെ ആയിട്ട് നല്ല സ്പേസബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ് അപ്പം വാങ്ങിയത്. ഇതിന് എത്രയാണ് റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ 1596 അല്ല 1196 അതാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് മേടിച്ചത്. അപ്പോൾ ബാഗ് മേടിച്ചതിൻ്റെ വിശേഷങ്ങൾ കാണുന്നതിൻ്റെ മുമ്പായിട്ട് രണ്ടാമത്തെ ബാഗ് ഇതാണ്. ഇപ്പോഴത്തെ ഇങ്ങനത്തെ സ്ട്രാപ്പാണല്ലോ ഫാഷനായിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കിയിട്ടില്ല. ഇത് തുറക്കാൻ മാത്രമൊന്നുമില്ല. എനിക്ക് മൊബൈലൊക്കെ ജസ്റ്റ് ഒന്ന് 2 ഫോണും ഇട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പെട്ടെന്ന് പോകേണ്ട സമയത്ത് ഫോണും നമ്മുടെ ഫോണും കാറിൻ്റെ ചാവിയും ഇടാൻ തക്കത്ത രീതിയിലുള്ള ഒരു ബാഗ്. ഈ 2 ഇതെല്ലാം ആകുമ്പം എൻ്റെ മെഡിസിനും പിന്നെ എൻ്റെ ഷീട്ടും കാര്യങ്ങളും ഒക്കെ പറ്റും. അപ്പോൾ ഇത് അങ്ങനെ എടുത്ത്, ഇതെന്ന് വെച്ചാൽ എൻ്റെ 2 ഫോണും എൻ്റെ ഹെഡ്സെറ്റും അതേപോലെ കാറിൻ്റെ ചാവിയും കൊള്ളാൻ മാത്രം തക്കത്ത രീതിയിലുള്ള ഒന്ന് ഒതുങ്ങിയിട്ടുള്ള ഒരു ബാഗും എടുത്തു. ഈ 2 ബാഗാണ് ഒരു പർച്ചേസിങ്ങിന് ചെയ്തത്. ഇതിന് എത്രയാണ് 500 സംതിങ് എങ്ങാനാണ്, 500 എത്രയാണ് വരുന്നത്. അതാ ഞാൻ 1500 എന്ന് പറഞ്ഞത്. 597 അതാണ് ഇത് വരുന്നത്. ഇനി അടുത്തത് എന്താണ്? അപ്പോൾ അടുത്തത് കാണിക്കുന്നതിന് മുമ്പ് ബാഗിൻ്റെ ഷോപ്പിലുള്ള കുറച്ച് വിഷ്വലൂടും ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ കണ്ടുവരി. അപ്പോഴേക്കും അടുത്ത പാക്കറ്റ് പൊട്ടിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഷോപ്പ്. ഒരുപാട് കളക്ഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് ചിലതൊന്നിട്ട് പിടിക്കുന്നില്ല. പിന്നെ ചിലത് പിടിച്ചതിനോ ഒടുക്കമത്തെ റേറ്റ് കേട്ടോ. വിചാരിച്ചതിൻ്റെ മാതിരി ഒന്നുമല്ല. അവർ 50%, 25% എന്നൊക്കെ പറഞ്ഞ് ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ 4000-5000 രൂപേൻ്റെതൊക്കെ 50% ഓഫർ എന്ന് പറഞ്ഞിട്ട് 2500 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത്. അതൊക്കെ നഷ്ടമുള്ള സംഭവമല്ലേ. ഇത് ശരിക്ക് ഞാൻ ഇതിന് മുമ്പ് ഒരു ബാഗ് മേടിച്ചത് താമരശ്ശേരിന്ന സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന്. അവിടെ നിന്ന് 700 രൂപ ആയിട്ടേ ഉള്ളൂ. 1 വർഷമായി ഞാൻ യൂസ് ചെയ്യുന്ന, റഫ് യൂസാണ്, ഒന്നും പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ വിചാരിച്ചു
ഇതിൻ്റെ കളർ ചേഞ്ച് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അവിടുന്ന് വാങ്ങാൻ പോയി മേടിച്ചാൽ മതിയായിരുന്നു എന്ന് സത്യമായിട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിഷയൽ ഇനിയിപ്പം അടുത്ത പാക്കറ്റ് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ കസവ് കേന്ദ്ര എന്നാണ്. ഇതെന്ന് പറയുന്നത് എനിക്കൊരു സ്പോൺസറാണ്. ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച സാധനമല്ല, എനിക്ക് ഒരു സ്പോൺസർഷിപ്പുള്ള സാധനമാണ്. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിലുള്ള ഒരാൾ, പേര് വെളിപ്പെടുത്താൻ താല്പര്യപ്പെടാത്ത, അതിൽ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത് എൻ്റെ മതസ്ഥൻ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ജനിച്ച് വളർന്ന മതത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത്. പക്ഷേ ആൾ ഹൈന്ദവനാണ്, ഗിഫ്റ്റ് മേടിച്ചു തന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിന് പേര് വെളിപ്പെടുത്താൻ യാതൊരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് പേര് വെളിപ്പെടുത്താത്തത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് ബ്ലൗസാണ് കേട്ടോ, ബ്ലൗസാണ് വരുന്നത്. അതേപോലെ അതിനുള്ള 100 സ്കേർട്ടാണ് വരുന്നത്. പിന്നെ 11 മക്കളെ പുലി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ആകെയുള്ള ഒരു സെറ്റ് സാരി എന്ന് പറയുന്നത്, ഫസ്റ്റ് ടൈം എനിക്ക് സെറ്റ് സാരി ഞാൻ ഉടുക്കുന്നതെന്ന് വെച്ചാൽ അരുണിൻ്റെ അമ്മൻ്റെ കയ്യിലത്തെ ഒരു സെറ്റ് സാരിയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സെറ്റ് സാരി ആയിട്ട് ഉടുക്കുന്നത്. അത് ഉടുത്ത് കണ്ടപ്പം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇക്കാക്ക് ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് മയിൽപ്പീലിയൊക്കെ ഉള്ള, മയിൽപ്പീലിയല്ല മയിൽ തന്നെയുള്ള ഒരു സെറ്റ് സാരി എനിക്ക് കൊണ്ടുതന്നു. അതിൽ കൂടെ കുറേ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഈ അടുത്ത ദിവസവും കൂടി ഞാൻ അത് എനിക്ക് സ്റ്റാറ്റസ് ആക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എനിക്ക് കിട്ടുന്ന ഒരു സെറ്റ് സാരി എന്ന് പറയുന്നത് സുരേഷ് ഗോപി ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ സമയത്ത് തന്ന സാരിയാണ്. അത് ഇതേപോലെ നല്ല മക്കളെ, നല്ല നല്ല ക്ലോത്താണ്, നല്ല ബ്രാൻഡ് സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് അത്ര 1050 രൂപയോ അങ്ങാണ്ടാണ് സാരിക്ക് വരുന്നത്. 1150 രൂപയാണ് വരുന്നത്. അപ്പം ഇതിൽ മുഴുവനായിട്ട് കൃഷ്ണനാട്ടോ ഉള്ളത്. ആലിലയിൽ കിടക്കുന്ന ഈ കണ്ണനെ ഞാൻ വരച്ചിട്ടുണ്ട്, റിയൽ ലൈഫിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഒന്ന് വന്നേ മോനെ. അപ്പം അവിടെ പാലങ്ങാൻ തൂകിനു. അതൊന്ന് തുടക്കി, അവിടെ സ്മെല്ലടിക്കുന്നുണ്ട്. ഇത് എൻ്റെ ചെറിയൊരു സ്പേസ് ഉള്ള സ്ഥലമാണ്. റിയൽ ലൈഫിൽ ഞാൻ വരച്ച കണ്ണൻ. ആലില ഇല്ല എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ക്യാൻവാസിൽ വരച്ച സമയത്ത് ആലില ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അല്ല, ഈ ഒരു ഫോട്ടോയിൽ ആലില ഇല്ല. കാരണം ഞാൻ ഇവിടെ ഉള്ളൊരു പിന്നെ ഫ്രെയിമും ഇവിടെ ഉള്ളൊരു ഷീറ്റ് വെച്ചിട്ട് വരച്ചൊരു സാധനമാണ്. അതിലേക്ക് എനിക്ക് ആലിലയും കൂടി കൊടുക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൊടുത്തില്ല. അപ്പം സെയിം സംഭവം ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിൽ ഓടക്കുഴലുണ്ട്, ഇതിൽ ഓടക്കുഴലില്ല എന്നുള്ള ഒരൊറ്റ മാറ്റം മാത്രമേ ഉള്ളൂ. അത് എന്നോടൊരു സുഹൃത്ത് എന്ന് പറയാനില്ല, നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ കൊട്ടാരത്തിലുള്ള ഒരു ചേട്ടന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവരുടെ ആർക്കോ വേണ്ടിയിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് പറഞ്ഞതായിരുന്നു. 2 കൈയും കാലിൽ പിടിച്ചിട്ടിട്ട് ഉള്ളത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വരച്ച് വെച്ചതായിരുന്നു. അത് ഞാൻ എൻ്റെ ക്യാൻവാസിലേക്കൊക്കെ പകർത്തി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനത് വരയ്ക്കാനൊന്നും നിന്നില്ല. അതൊക്കെ അവിടെ മൂലയിലായിപ്പോയി. ഇതൊക്കെ മൂലയിലായി കിടക്കുന്ന കുറേ ഫോട്ടോസുകളാട്ടോ. ഇവിടെ കണ്ട് മൂലയിലായി കിടക്കുന്ന കുറേ ഫോട്ടോസ് തുടങ്ങിയിടും. പക്ഷെ പാതി വഴിയിൽ വെച്ച് അത് അവിടെ അങ്ങ് വിട്ട്. ഇത് പിന്നെ എടുക്കാതിരുന്ന ക്യാൻവാസ് കംപ്ലൈൻ്റ് ആയിപ്പോയി കേട്ടോ. ലോക്കൽ ക്യാൻവാസ് ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയാണ് സംഭവം. ഇവിടെ മാത്രമല്ല കേട്ടോ, അങ്ങോട്ടൊക്കെ സാധനങ്ങൾ ബാലൻസ് ആയി കിടക്കുകയാണ്. അപ്പം ഇതാണ് ആ സാരി. അപ്പം ഈ സാരിയുടെ ലുക്ക് നിങ്ങൾക്ക് കാണണ്ടേ? അതാണ് മക്കളെ കാണേണ്ടത്. ആ ലുക്കും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതോടുകൂടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് ഇതാണ്, ഷോപ്പിംഗ് ഡേ. അപ്പം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അല്ലാതെ
നമ്മളിങ്ങനെ ഒരുപാട് സമ്പാദിച്ച് കൂട്ടിയില്ലേ കണ്ണ. ഇന്നലെ ഞാൻ നോക്കി വെച്ചത് ഇങ്ങനത്തെ ഒരു കണ്ണനയായിരുന്നു, പക്ഷെങ്കിൽ ഇന്ന് മേടിച്ചത് ഇങ്ങനത്തെ ഒരു കണ്ണനയാണ്. നമ്മൾ ഒരുപാട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും കാര്യമുണ്ടോ കണ്ണ? ഒരു കാര്യവുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യണം. അപ്പോൾ അവർ പറയും നിനക്കിത് നീ മേടിച്ചതല്ലല്ലോ, മറ്റൊരാൾ മേടിച്ച് തന്നതാണല്ലോ എന്ന്. എങ്കിൽ പോലും മറ്റൊരാളാണെങ്കിലും എനിക്കത് മേടിച്ച് തരാൻ കാരണക്കാരനായത് ദേ നമ്മുടെ സ്വന്തം കണ്ണനാണ്. 2-3 കണ്ണന്മാരുകാരനാണ് ഞാൻ ഇത് മേടിക്കാൻ കാരണക്കാരി ആയത്. അതുകൊണ്ട് ആദ്യം കണ്ണന്മാരോട് നന്ദി പറയാണ്. അതേപോലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ ചേട്ടനോടും നന്ദി പറയാണ്. അപ്പോൾ ഈ അടുത്തൊരു ദിവസം ഞാനൊരു അമ്പലത്തിൽ പോകണമെന്ന് കരുതിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, ഇവിടെയല്ല കേട്ടോ, നമ്മുടെ കേരളത്തിലല്ല. അപ്പം നിങ്ങൾ ചോദിക്കും കേരളം വിട്ട് ഇനിയിപ്പോൾ കർണാടക പിടിക്കലൊടിക്കും. കർണാടക ബോർഡറാണെന്ന് പറഞ്ഞത്. മുത്തങ്ങ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര അടിപൊളി അമ്പലമാണെന്നൊക്കെ കേട്ടു. അപ്പം എനിക്ക് അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം അന്നേക്ക് ഉടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷൂട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും നടക്കുമെന്ന് എനിക്കറിയില്ല. രണ്ടും നടക്കുകയാണെങ്കിൽ ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾക്കൊക്കെ കാണാം. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം സാരി എങ്ങനെയുണ്ട്? ഞാൻ ആദ്യമായിട്ടാണ് സാരിക്ക് സ്ലീവ്ലെസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്, ഒരു രക്ഷയില്ല. പോരാത്തതിന് കണ്ണൻ്റെ കുറേ ഫോട്ടോ ആയിട്ട് ഞാൻ ജീവിതത്തിലെ ഫസ്റ്റ് ടൈം കേട്ടോ ഇങ്ങനത്തെ കണ്ണൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു സാരി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് സ്പോൺസർ ചെയ്ത ആളോട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ സാരിയുടെ വിശേഷങ്ങളും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട്? സാരി അടിപൊളിയല്ലേ? ഇത് സ്പോൺസർ ചെയ്ത ആളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലേ? ഏതായാലും ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ബൈ പറയാണ്. ബൈ ഫ്രം ജസ്ന സലീം. അപ്പം ലൈക്ക് ചെയ്യാത്തോലും സബ്സ്ക്രൈബ് ചെയ്യാത്തോലും കമൻ്റ് ഇടാത്തോലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഷടപടേന്ന് പറഞ്ഞിട്ട് ചെയ്തോളൂ. അപ്പം കൂടി നമുക്കൊരുമിച്ച് ഇങ്ങനെ യാത്ര തുടങ്ങാം. ഓക്കെ, അപ്പം ബൈ.